10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകളെന്ന അധ്യായത്തിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പാഠപുസ്തകത്തിലെ 52ാമത്തെ പേജിലുള്ള 5 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലാദ്യത്തെ ചോദ്യം, ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഇംഗ്ലീഷിൽ, hypotenuse of a right triangle is 1.5 meter. Another side is 1/2 meter. Calculate its perimeter correct to a centimeter. പെരിമീറ്റർ കാണണമെങ്കിൽ മൂന്നാമത്തെ വശം കൂടി നമുക്ക് കാണണം. ഹൈപ്പോണ്ടൂസും തന്നിട്ടുണ്ട്, ചെറിയ വശങ്ങളിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ വശങ്ങളിലെ രണ്ടാമനെ കൂടി കണ്ടുപിടിക്കണം. അങ്ങനെ 3 വശങ്ങളും കണ്ടുപിടിച്ചാൽ 3 വശങ്ങളുടെ നീളം കൂടി കൂട്ടുന്നതാണ് നമുക്ക് പെരിമീറ്ററായി കിട്ടുക. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്റേഴ്സ് ആണ്. അതുപോലെ ലംബവശങ്ങളിൽ ഒരെണ്ണം, ചെറിയ വശങ്ങളിൽ ഒരെണ്ണം 1/2 മീറ്റർ ആണ്. നമുക്ക് മൂന്നാമത്തെ വശം കണ്ടുപിടിക്കണം. മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അനുസരിച്ച് മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടന്യൂസ്, അതായത് കർണത്തിൻ്റെ സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 1.5 സ്ക്വയറിൽ നിന്ന് നമുക്ക് എന്ത് കുറച്ചാൽ മതി? 1/2 സ്ക്വയർ കുറയ്ക്കുക. വലിയ വശത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് 1/2 സ്ക്വയർ കുറയ്ക്കുക. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സർവസമവാക്യത്തിൻ്റെ രൂപത്തിലാണ്. a² - b² എന്ന രൂപത്തിലാണ്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ കഴിയും? എന്താണ് ഇവിടെ എയുടെ സ്ഥാനത്ത് വരുന്നത്? എയുടെ സ്ഥാനത്ത് 1.5യും ബിയുടെ സ്ഥാനത്ത് 1/2യുമാണ് വരുന്നത്, അല്ലേ? അപ്പോൾ അവനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ കഴിയും? ഇത് സൈഡിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് ഏത് രൂപത്തിലേക്ക് മാറ്റി എഴുതാം? a+b × a-b എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അതായത് എയുടെ സ്ഥാനത്ത് 1.5, അപ്പോൾ 1.5 + 1/2, പിന്നെ 1.5 - 1/2 എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാം. നമുക്കറിയാം 1.5യും 1/2യും കൂട്ടിയാൽ 2, 1.5യിൽ നിന്ന് 1/2 പോയാൽ 1, 2 × 1 2. അപ്പോൾ സൈഡിൻ്റെ സ്ക്വയർ 2 ആണെങ്കിൽ സൈഡ് എത്രയായിരിക്കും? √2 ആയിരിക്കും സൈഡ് വരിക. √2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശ വിലയായി √2 എടുക്കാറുള്ളത് 1.414 ആണ്. 1.414 മീറ്ററാണ് നമ്മുടെ മൂന്നാമത്തെ വശം. ഇനി ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളുടെ നീളം കൂടി കൂട്ടുന്നതാണ്. ആദ്യത്തെ വശം 1.5, അതിനെങ്ങനെ എഴുതാം? 1.5. രണ്ടാമത്തെ വശം 1/2, അതിനെങ്ങനെ എഴുതാം? 0.5. മൂന്നാമൻ 1.414, അത് √2ൻ്റെ ഏകദേശ വിലയാണ്. 1.5യും 1/2യും കൂടി കൂട്ടിയാൽ നമുക്ക് 2 കിട്ടും. പിന്നെ വരുന്നത് 1.414. അപ്പോൾ ഇവിടെ നമുക്ക് പൂർണ്ണസംഖ്യാപദങ്ങൾ, ഇൻറ്റിജേഴ്സ് കൂട്ടിയാൽ മതി ആദ്യം. അപ്പോൾ 2ഉം 1ഉം എത്ര കിട്ടും? 3. പിന്നെ ആ ദശാംശ സ്ഥാനം അതിൻ്റെ കൂടെ ചേർത്താൽ 3.414 ആണ്. അത്രയും മീറ്ററാണ് നമ്മുടെ ഈ ഒരു ത്രികോണത്തിൻ്റെ പെരിമീറ്റർ. ഇതിനെ സെൻറ്റിമീറ്റർ ആക്കാൻ, മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്ററിനെ സെൻറ്റിമീറ്ററായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3.414നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെൻറ്റിമീറ്ററായിട്ട് കണക്കാക്കുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അറിയാം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഡെസിമൽ പോയിൻ്റ് 2 സ്ഥാനം മുമ്പോട്ട് മാറിയിട്ട് എത്രയാവും? 341.4 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. രണ്ടാമത്തെ ചോദ്യം, ദ പിക്ചർ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻ ടു ഹാവ്സ് ബൈ എ ലൈൻ ത്രൂ എ വെർട്ടെക്സ്. ഒരു സമഭുജ ത്രികോണത്തിനെ 2ആയി മുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൃത്യമായിട്ട് 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. നമുക്കറിയാം സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങൾ 2 മീറ്റർ വീതമാണ് തന്നിരിക്കുന്നത്. ചോദ്യം, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ പാർട്ട്? സി ദ സെക്കൻഡ് പ്രോബ്ലം അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് സെക്ഷൻ. മുമ്പ് നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം മുമ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഹൗ മച്ച് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ ഈസ് ദിസ്? അതായത് മൊത്തം ഒരുമിച്ചുള്ള ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണ് മുറിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്നാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. മലയാളത്തിൽ, ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട്.
ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്ററാണ്? കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനമുള്ള രണ്ടാമത്തെ ചോദ്യം നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതേ ചോദ്യം തന്നെ, അതേ ഒരു ആശയമുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? അതായത് മുഴുവൻ ത്രികോണത്തിൻ്റെ ചുറ്റളവിൽ നിന്ന് ഇപ്പോൾ മുറിച്ചപ്പോൾ കിട്ടിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കുറയ്ക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ചിത്രം. ഒന്നുകൂടി ഒന്ന് വലുതായി കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഇതൊരു സമഭുജ ത്രികോണമാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ കോണ് 60 ഡിഗ്രി ആകും വരിക. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള രൂപമാണ്, ത്രികോണമാണ് ഇവിടെ. വശങ്ങൾ 30, 60, 90 ആണെങ്കിൽ നമുക്കറിയാം 30-നെതിരെയുള്ള വശം 2-ന്റെ പകുതിയായിരിക്കും. 90-നെതിരെയുള്ള വശമായിട്ടുള്ള 2-ന്റെ പകുതിയായിരിക്കും 1. അതുപോലെ 60-നെതിരെയുള്ള വശം എത്രയായിരിക്കും വരിക? √3 ആയിരിക്കും. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ മുറിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ വശങ്ങൾ 1 √3 2 ആണ്. 1 √3 2. അപ്പോൾ അതിൻ്റെ ചുറ്റളവാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. വശങ്ങൾ 1 √3 2 ആണ് മുറിച്ച് കഴിഞ്ഞ് കിട്ടുന്ന ത്രികോണത്തിൻ്റെ വശങ്ങൾ. മുറിച്ച് കഴിഞ്ഞ് കിട്ടുന്ന ത്രികോണത്തിൻ്റെ വശങ്ങൾ 1 √3 2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + √3 + 2. ഇത് 3 കൂട്ടുന്ന അത്രയും മീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ്. ഇതിൽ 1ഉം 2ഉം കൂട്ടിയാൽ നമുക്ക് 1ഉം 2ഉം കൂട്ടിയാൽ 3 കിട്ടും. 3 + √3ൻ്റെ ഏകദേശ വിലയായിട്ടുള്ള 1.732 അല്ലെങ്കിൽ 1.73 എടുത്താലും മതി. കൂട്ടുമ്പോൾ ഇവിടുത്തെ പൂർണ്ണസംഖ്യാ പദങ്ങൾ തമ്മിൽ കൂട്ടുക. 3 1 4 4.73 മീറ്ററാണ് മുറിച്ച് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഭാഗത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. ത്രികോണം മൊത്തത്തിലെടുത്താലുള്ള പെരിമീറ്റർ എത്രയായിരിക്കും? നമുക്കറിയാം ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്ററാണ്. അപ്പോൾ ത്രികോണം മൊത്തത്തിലെടുത്താൽ അതിൻ്റെ പെരിമീറ്റർ 2 + 2 + 2 + 2 എത്ര കിട്ടും? 6 മീറ്റർ കിട്ടും. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇതിനും ഈ മൊത്തത്തിൽ കാണുന്ന പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണ് മുറിച്ച് കഴിഞ്ഞ് കിട്ടുന്ന പെരിമീറ്റർ. അതായത് 6-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 4.73 6 - 4.73 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 - 4.73. ഇവിടെ നമ്മൾ 10 ആണെന്ന് വിചാരിക്കുക. 10-ൽ നിന്ന് 3 പോയാൽ 7. ഇവിടെ 9 ഉണ്ടാവും. 9-ൽ നിന്ന് 7 പോയാൽ 2. ഇവിടെ 5-ൽ നിന്ന് 4 പോയാൽ 1. അപ്പോൾ എത്ര ഉത്തരം കിട്ടും? 1.27. അതായത് 6 - 4.73. അപ്പോൾ ഇവിടെ 10 ആയിട്ട് കണക്കാക്കുക. 10-ൽ നിന്ന് 3 പോയാൽ 7. ഇവിടെ 9 ആയിട്ട് കണക്കാക്കുക. 9-ൽ നിന്ന് 7 കുറച്ചാൽ 2. ഇവിടെ ബാക്കിയുള്ളത് 5 ആണ് ഉണ്ടാവുക. 5-ൽ നിന്ന് 4 പോയാൽ 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1.27 ആണ് ഇവരുടെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം. അതിലുള്ള മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കലാണ് അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ട്രയാങ്കിളിൻ്റെ 2 കോണുകളും തന്നിട്ടുണ്ട്. 30 105 ആണ്. അതുപോലെ താഴെയുള്ള വശവും 2 മീറ്റർ തന്നിട്ടുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 വശവും കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ചുറ്റളവ്. എന്നിട്ട് 3 വശവും കൂടി കൂട്ടുക. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരാശയവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഇതിന് മുമ്പത്തെ പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യവുമായി ഇതിന് ബന്ധമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലംബം വരയ്ക്കുകയാണ്. 105 ഡിഗ്രി വരുന്ന മൂലയിൽ നിന്ന് ഒരു ലംബം അതിൻ്റെ എതിർവശത്തേക്ക് വരയ്ക്കുന്നു. ഇത് 90 ഡിഗ്രി വരുന്ന വിധത്തിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന് ഒരു പേര് നമ്മൾ കൊടുത്താൽ ABC എന്ന് പേര് കൊടുത്തു. ഈ ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ BD ആണെന്ന് വിചാരിക്കുക. അവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്കറിയാം, ABDയും BDCയും. അപ്പോൾ ABDയുടെ ആംഗിളുകൾ ഏതൊക്കെയാണ്? ABDയുടെ ഒരു ആംഗിള് 30 ഡിഗ്രിയാണ്, രണ്ടാമത്തെ ആംഗിള് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന മൂന്നാമൻ എത്രയായിരിക്കും വരിക? 60 ആയിരിക്കും വരിക. ഇത് മൊത്തം 105 ആണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഇത് 45 ആയിരിക്കും വരിക. അപ്പോൾ BDCയുടെ ആംഗിളുകൾ എന്തൊക്കെയായിരിക്കും?
90, 45. ഇനി ബാക്കിയുള്ള ആംഗിൾ എത്രയായിരിക്കും വരിക? 45. അപ്പോൾ രണ്ട് തരത്തിലുള്ള ത്രികോണങ്ങൾ, മുമ്പ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള രണ്ട് തരത്തിലുള്ള ത്രികോണങ്ങളും ഇവിടെ നമുക്ക് കിട്ടുന്നു. അതായത് കോണുകൾ 30, 60, 90 വരുന്ന ട്രയാങ്കിളുമുണ്ട്, കോണുകൾ 45, 45, 90 വരുന്ന ട്രയാങ്കിളുമുണ്ട്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് ഇവിടെ 2. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 60 ഡിഗ്രിക്കെതിരെയുള്ള വശം എങ്ങനെ കണ്ടുപിടിക്കും? അതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും ചെറിയ വശം എത്രയാണെന്ന് നോക്കാം. 90 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് 90 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് 2 മീറ്റർ എങ്കിൽ 30 ഡിഗ്രിക്കെതിരെയുള്ള വശം എത്രയായിരിക്കും? 1 ആയിരിക്കും. 30 ഡിഗ്രിക്കെതിരെയുള്ള വശം 1 മീറ്റർ ആയിരിക്കും വരിക. 60 ഡിഗ്രിക്കെതിരെയുള്ള വശം എത്രയായിരിക്കും വരിക? √3. അതായത് ഏറ്റവും ചെറിയ വശമായ 1നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് AD എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 ആയിരിക്കും വരിക. BD എത്രയായിരിക്കും? 1 ആയിരിക്കും വരിക. AB നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 2 മീറ്റർ. ഇതിന് കാരണം ഇതിൻ്റെ കോണുകൾ 30, 60, 90 വരുന്നതുകൊണ്ട് ഏറ്റവും ചെറിയ വശം 30 ഡിഗ്രിക്കെതിരെ ആയിരിക്കും. അത് 90 ഡിഗ്രിക്കെതിരെ വരുന്ന വശത്തിൻ്റെ 90 ഡിഗ്രിക്കെതിരെ വരുന്ന വശത്തിൻ്റെ പകുതിയായിരിക്കും വരിക. അതാണ് 1 മീറ്റർ ആയിരിക്കും BD വരിക. അതുപോലെ ഈ 1 മീറ്ററിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും 60 ഡിഗ്രിക്കെതിരെയുള്ള വശം. അതെന്ത് തന്നെ വരും? √3 തന്നെ വരും. ഇനി രണ്ടാമത്തെ മട്ട ത്രികോണത്തിൻ്റെ കോണുകൾ ഏതൊക്കെയാണ്? 45, 45, 90. അപ്പോൾ അവിടെ ഒരു വശപ്പ് നമുക്ക് കിട്ടി. എത്രയാണ്? 1 മീറ്റർ. അത് ആർക്കെതിരെയാണ്? 45-നെതിരെയുള്ള 1 മീറ്ററാണ് വരുന്നതെങ്കിൽ മറ്റേ 45 ഡിഗ്രി വരുന്ന കോണെതിരെ വരുന്ന വശവും എത്ര തന്നെയായിരിക്കും? 1 മീറ്റർ. അതായത് D മുതൽ C വരെയുള്ള നീളവും എത്ര തന്നെയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും വരിക എന്നർത്ഥം, അല്ലേ? ഇനി ഇതിൽ ചെറിയ രണ്ട് വശങ്ങളാണ് 45 ഡിഗ്രിക്കെതിരെ. ഇനി വലിയ വശമായ BC കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചെറിയ വശം എന്താണോ ആ ചെറിയ വശത്തിൻ്റെ കൂടെ എന്ത് ഗുണിച്ചാൽ മതി? √2 ഗുണിച്ചാൽ മതി. അപ്പോൾ BC കണ്ടുപിടിക്കാൻ ചെറിയ വശമായ 1ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? √2 ഗുണിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എല്ലാ വശങ്ങളുടെ അളവുകളും കിട്ടി. ഏതൊക്കെയാ വശങ്ങൾ ത്രികോണത്തിൻ്റെ? AB എന്ന വശം 2 മീറ്റർ, BC എന്ന വശം 1/√2 എത്ര കിട്ടും? √2 മീറ്റർ. ഇനി AC എന്ന് പറയുന്ന വശം എത്രയാ? √3 + 1, √3 + 1 മീറ്റർ. ഇപ്പം എല്ലാ വശങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 3 വശം കൂടി കൂട്ടുകയാണ് നമുക്ക് വേണ്ടത്. അതായത് AB + BC + AC ആണ് കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവെന്ന് പറയുന്നത് AB + BC + AC ആണ്. 3 വശം കൂടി കൂട്ടുക. AB ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 2 മീറ്ററാണ്. BC എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, √2. AC എന്ന് പറഞ്ഞാൽ √3 + 1. ഇവിടെ √2ൻ്റെയും √3ൻ്റെയും ഏകദേശ വിലകൾ നമ്മൾ കൊടുത്താൽ 2 + √2ൻ്റെ വില ഏകദേശ വിലയായി നമ്മൾ എടുക്കുന്ന 1.41, √3ൻ്റെ ഏകദേശ വിലയായിട്ട് നമ്മൾ എടുക്കുന്ന 1.73 + 1. ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 + 1, 2 ഒന്നുകൂടെ കൂട്ടിയാൽ 3 കിട്ടും, പ്ലസ് പിന്നെ 1.41 + 1.73. ഇത് 3 കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതായത് 3 + 1.41 + 1.73, 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 3 + 1 4, 4 + 7 11. ഇവിടെ 1 എഴുതി, ബാക്കി 1 വരും. 3 + 1 4, 4 + 1 5, 5 + 1 6. നമുക്ക് കിട്ടുന്ന ഉത്തരം 6.14 മീറ്ററാണ് നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇവിടെ നമ്മൾ ചെയ്ത് ഇവർ 2 ത്രികോണങ്ങളായി ഭാഗിച്ചു. ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് 2 ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 90 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി കിട്ടി. 30, 60, 90 ADBയുടെ വശങ്ങൾ. ADBയുടെ ആംഗിളുകൾ 30, 60, 90 ആണെങ്കിൽ അതിൻ്റെ വശങ്ങൾ ഏതൊക്കെയായിരിക്കും? 90 ഡിഗ്രിക്കെതിരെ 2 ആണെങ്കിൽ
30 ഡിഗ്രിക്കെതിരെ 1 ആയിരിക്കും, 60 ഡിഗ്രിക്കെതിരെ √3 ആയിരിക്കും. അങ്ങനെ നമുക്ക് വശങ്ങൾ 1 √3 2 എന്നാണ് ADBയുടെ കിട്ടുക. അതുപോലെ തന്നെ അപ്പുറത്തെ BDCയുടെ ഇവിടെ മൊത്തം 105 എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ആംഗിൾ നമുക്ക് 45 ഡിഗ്രിയാണ് കിട്ടുക അല്ലേ. അതുപോലെ ഇവിടെ 90 വരും. അപ്പോൾ ഒരു ആംഗിൾ 90യും ഒരു ആംഗിൾ 45 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 45 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് 45 ഡിഗ്രി വരുന്നത് കൊണ്ട് അതിൻ്റെ 45 ഡിഗ്രിക്കെതിരെയുള്ള വശങ്ങൾ എത്രയായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. 45 ഡിഗ്രിക്കെതിരെയുള്ള വശങ്ങൾ എന്ന് പറഞ്ഞാൽ BD 1 ആണെങ്കിൽ CD എത്ര തന്നെ വരും? 1 തന്നെ വരും എന്നർത്ഥം അല്ലേ. അപ്പോൾ അവിടെ ചെറിയ രണ്ട് വശങ്ങൾ 1 ആണെങ്കിൽ BC എന്ന് പറയുന്ന വലിയ വശം കണ്ടുപിടിക്കാൻ √2 കൊണ്ട് ഗുണിക്കുന്നു. അതായത് വശങ്ങളുടെ നീളങ്ങൾ 1 1 √2. അങ്ങനെ നമുക്ക് ത്രികോണത്തിൻ്റെ 3 വശവും കിട്ടി. ABയുടെ നീളം 2, BCയുടെ നീളം √2, ACയുടെ നീളം എത്രയാ? AC എന്ന് പറഞ്ഞാൽ ADയും DCയും കൂട്ടുന്നത്, അതായത് √3 + 1. അതിനുശേഷം 3 കൂടി കൂട്ടിയിട്ട് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചു. നാലാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തുടർച്ചയായി മട്ടത്രികോണങ്ങൾ വരയ്ക്കുന്ന രീതി നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പൊരു ചോദ്യത്തിൽ. ഇങ്ങനെ വരയ്ക്കുന്ന 10ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? ബീജഗണിത ഭാഷയിൽ n-ാം ത്രികോണത്തിൻ്റെയും അതിന് തൊട്ടു മുമ്പുള്ള ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. We have seen how we can draw a series of right triangles as in the picture. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ സീരീസ് എഴുതാൻ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിശദമായത് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി 10th ട്രയാങ്കിൾ? ഇങ്ങനെ വരച്ച് പോകുമ്പോൾ കിട്ടുന്ന 10ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ എന്തൊക്കെയാണ്? ഹൗ മച്ച് മോർ ഇസ് ദ പെരിമീറ്റർ ഓഫ് ദി 10th ട്രയാങ്കിൾ ദാൻ ദ പെരിമീറ്റർ ഓഫ് ദി 9th ട്രയാങ്കിൾ? 10ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും 9ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹൗ ഡു വി റൈറ്റ് ഇൻ ഓൾജിബ്ര ദ ഡിഫറൻസ് ഓഫ് ദ പെരിമീറ്റർ ഓഫ് ദി nth ട്രയാങ്കിൾ ആൻഡ് ദാറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ജസ്റ്റ് ബിഫോർ ഇറ്റ്? അതായത് n-ാമത്തെ ത്രികോണത്തിൻ്റെയും n-1ാമത്തെ ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതുക എന്നാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് മുമ്പ് നമ്മൾ പഠിച്ച കാര്യമായതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ത്രികോണം മാത്രം എടുത്താൽ മതി. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോരോ ത്രികോണങ്ങളുടെ വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ ഒന്നാമത് ഏറ്റവും താഴെയുള്ള ത്രികോണത്തിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, അതായത് ചെറിയ രണ്ട് വശങ്ങൾ 1 ആണ്. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ കർണത്തിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ, കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ചെറിയ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങൾ കൂട്ടുന്നു. 1 സ്ക്വയറും 1 സ്ക്വയറും 1 1 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കർണം കിട്ടും. ആദ്യത്തെ ത്രികോണത്തിനെ സംബന്ധിച്ച് കർണം എത്രയാണ്? √2 ആണ്. അപ്പോൾ ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാ? 1, 1 √2 എന്നാണ് ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ വരുന്നത്. 1 1 √2 അല്ലേ. ഇനി അടുത്ത ത്രികോണം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്ത ത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ, അടുത്ത ത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ √2 1 അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ അടുത്ത ത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ കർണം കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ത്രികോണത്തിനെ സംബന്ധിച്ച് ലംബവശങ്ങൾ √2 1 അപ്പോൾ രണ്ടാമത്തെ ത്രികോണത്തിനെ സംബന്ധിച്ച് കർണത്തിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മ് √2 സ്ക്വയർ + 1 സ്ക്വയർ എത്ര കിട്ടും? √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1. അപ്പോൾ 2 1 എത്ര കിട്ടും? 3. അപ്പോൾ കർണത്തിൻ്റെ സ്ക്വയർ എത്രയാ? 3. കർണം എത്രയാ കിട്ടുക? √3. അപ്പോൾ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാ? രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഒരു വശം 1, പിന്നെ ഒരു വശം √2, മൂന്നാമത്തെ വശം √3. ഇതുവരെ മതി നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ. നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയായിരുന്നു? 1 1 √2.
രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? ചെറിയ വശങ്ങൾ 1 √2. കാരണം എത്ര കിട്ടി? √3. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇത് ഒന്നാമത്തെ ത്രികോണം. രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ നടുവിൽ വരുന്ന സംഖ്യ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളിൽ വരുന്ന നടുവിൽ വരുന്ന ആൾ √2 ആണ്. ഇനി മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ എങ്ങനെയായിരിക്കും വരിക? 1 √3 √4 അല്ലേ? നാലാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ എങ്ങനെയായിരിക്കും വരിക? 1 √4 √5. അപ്പോൾ ഈ ഒരു ക്രമം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ത്രികോണത്തിൽ നടുവിൽ √3 വരുന്നു, നാലാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളിൽ നടുവിൽ √4 വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒമ്പതാമത്തെ ത്രികോണത്തിലെ വശങ്ങൾ ഏതായിരിക്കും? 1 √9 √10. പത്താമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്തായിരിക്കും? 1 √10 √11. അപ്പോൾ എത്രാമത്തെ ത്രികോണമാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ നടുവിലത്തെ വശമാണ് നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. പത്താമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്തൊക്കെയായിരിക്കും വരിക? 1 √10 √11. ഇങ്ങനെയായിരിക്കും പത്താമത്തെ ത്രികോണത്തിൻ്റെ വശം. ഇനി ചോദിച്ചിരിക്കുന്നത് പത്താമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവും ഒമ്പതാമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് പത്താമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. പത്താമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ 1 + 1 √10 √11. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്രയാണ് വരിക? 1 + √10 + √11. ഇനി ഒമ്പതാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ 1 + √9 രണ്ടാമത്തെ വശം, പിന്നെ √10 അല്ലേ? ഇവരുടെ പെരിമീറ്റേഴ്സ് അല്ലെങ്കിൽ ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഈ 1ഉം -1ഉം പോവും. അതുപോലെ +√10ഉം -√10ഉം പോവും. എങ്ങനെയാണത് പോവുക നോക്കാം നമുക്ക്. 1 + √10 + √11 മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുക്കുമ്പോൾ -1 -√9 -√10 എന്ന ക്രമത്തിൽ വരും. ഇവിടെ ആരൊക്കെയാണ് പോവുക? +1ഉം -1ഉം പോവും, +√10ഉം -√10ഉം പോകുന്നു. നമുക്കിടുന്ന ഉത്തരം എത്രയാണ്? √11 -√9. ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? ആരുടെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസമാണത്? പത്താമത്തെയും ഒമ്പതാമത്തെയും ത്രികോണങ്ങളുടെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതുപോലെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എണ്ണാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ, എണ്ണാമത്തെ ത്രികോണത്തിൻ്റെ പെരിമീറ്ററും അതിന് തൊട്ട് മുമ്പത്തെ, അതായത് n-1 ത്രികോണത്തിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എണ്ണാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയായിരിക്കും വരിക? 1 സംശയമില്ലാതെ നമുക്ക് പറയാം നടുവിൽ √10 √10 + 1 ഇതായിരിക്കും എണ്ണാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും വരിക? പെരിമീറ്റർ എന്തായിരിക്കും? 1 + √10 + √10 + 1. ഇതിന് തൊട്ട് മുമ്പത്തെയാണ് n-1 ത്രികോണമായിരിക്കും. അപ്പോൾ അതിൻ്റെ വശങ്ങൾ ഏതൊക്കെയായിരിക്കും വരിക? 1 പിന്നെ പ്ലസ് രണ്ടാമത്തെ വശം √10 - 1. നടുവിലത്തെ എപ്പോഴും എത്ര വരും? നടുവിലത്തെ എത്രാമത്തെ ത്രികോണമാണോ അത് തന്നെയാണ് റൂട്ടിൻ്റെ അകത്ത് വരിക, √10 - 1. പിന്നെ അതിനേക്കാളൊന്നു കൂടുതൽ എത്രയാ? √10. ഇത് n-ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ, അതായത് പെരിമീറ്റർ വശങ്ങൾ കൂട്ടിയതാണ്. ഇത് തൊട്ട് മുമ്പത്തെ n-ാമത്തെ ത്രികോണത്തിന് തൊട്ട് മുമ്പാരാണ് n-1 ത്രികോണം. ഇനി ഇവരുടെ പെരിമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആദ്യത്തതിൽ നിന്ന് രണ്ടാമത്തത് നമുക്ക് കുറയ്ക്കണം. ആദ്യത്തേത് നിന്ന് രണ്ടാമത്തെ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരേപോലെയുള്ള ആൾക്കാർ പോവും. ഒന്നും പോകുന്നു. √n പോയിട്ട് നമുക്ക് ഉത്തരത്തിൽ ആരെയാ കിട്ടുക? ഇവിടെ ആരാ ബാക്കിയുള്ളത്? √n + 1 -√n-1. ഇതാണ് n-ാമത്തെ ത്രികോണത്തിൻ്റെ പെരിമീറ്ററും n-1 ത്രികോണത്തിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം. അവസാന ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലംബവശങ്ങൾ √3 സെൻറ്റിമീറ്റർ √2 സെൻറ്റിമീറ്റർ ആയ മട്ടത്രികോണത്തിൻ്റെ കർണം എത്രയാണ്? ലംബവശങ്ങളുടെ തുക
കർണത്തേക്കാൾ എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൽ വാട്ട് ഈസ് ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 centimeter ആൻഡ് √3 centimeter? ഹൗ മച്ച് ലാർജർ than the hypotenuse is the sum of the perpendicular sides? How much larger is the hypotenuse is the sum of the perpendicular sides? അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 √3 ആയിട്ടുള്ള ഒരു മട്ടത്രികോണത്തിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഇനി ഹൈപ്പോട്ടന്യൂസ് പറയുന്നത് ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ് കൂട്ടിയാൽ, രണ്ട് പെർപെൻഡിക്കുലർ സൈഡോട് കൂട്ടിയാൽ കിട്ടുന്ന ആളേക്കാൾ എത്ര കൂടുതലാണ് ഹൈപ്പോട്ടന്യൂസ്? അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് പറയുന്നത് √2 + √3 എത്ര കുറവാണ് ഹൈപ്പോട്ടന്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് ഈസ് ലാർജർ ദാൻ ദ ഹൈപ്പോട്ടന്യൂസ്? ഹൈപ്പോട്ടന്യൂസിനേക്കാൾ വലുതാണ് ആര് വരിക? എപ്പോഴും ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ ആരേക്കാൾ വലുത് വരും? മൂന്നാമത്തെ ഹൈപ്പോട്ടന്യൂസിനേക്കാൾ വലുതേ വരും. അപ്പോൾ √2 + √3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര വലുതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് വശങ്ങൾ, ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് വശങ്ങളാണ് √2 √3. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണത്തിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക? കർണത്തിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുക. √2 സ്ക്വയറും √3 സ്ക്വയറും കൂടി കൂട്ടുന്നു. √2 സ്ക്വയർ 2 പ്ലസ് √3 സ്ക്വയർ 3. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 2 + 3 5. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ് 5. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഹൈപ്പോട്ടന്യൂസ് വരിക? √5 ആണ് വരിക. ഇനി നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് √2 + √3 ഇതായിരിക്കും വലിയ സംഖ്യ. ഇതിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ള √5 വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. √2 + √3 മൈനസ് √5. നമുക്കറിയാം √2 ഏകദേശ വില 1.41, √3 ഏകദേശ വില 1.73. ഇതിൽ നിന്ന് എന്തിനെ കുറയ്ക്കണം? √5 കുറയ്ക്കണം. √5 ഏകദേശ വില 2.24. അതായത് 1.41 പ്ലസ് 1.73 നിന്ന് നമുക്ക് കുറയ്ക്കേണ്ടത് പിന്നീട് കുറയ്ക്കാം. 1.41 പ്ലസ് 1.73 കൂട്ടുമ്പോൾ 1 3 4, 4 7 11 1, ബാക്കി 1, 1 1 2 1 3. എത്ര കിട്ടും? 3.14. 3.14 നിന്ന് √5 ഏകദേശ വിലയായ 2.24 2.24 കുറയ്ക്കുക. 4 4 പോയാൽ 0. ഇവിടെ നമുക്ക് 11 2 പോയാൽ 9. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര കിട്ടും? ഇവിടെ 2 ആയി പോകും. 2 2 പോയാൽ 0 ആയി പോകും. അപ്പോൾ 0.90 ആണ് നമ്മുടെ ഉത്തരം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 0.90 ആണ് തമ്മിലുള്ള വ്യത്യാസം.